ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ തെർമോഡൈനാമിക്സിന്റെ പാർട്ട് 4ലേക്ക് പോവാണ്. ഈ പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് എടുത്ത് വെക്കുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് അപ്രോച്ച് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വർക്ക് ഡൺ ഫോർ ദി ഫോളോയിങ് പ്രോസസ് ABCD ഓൺ എ മോണോ അറ്റോമിക് ഗ്യാസ് ഈസ്. നിങ്ങൾക്ക് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഗ്യാസ് എയിൽ നിന്നും ബിയിലേക്ക് പോകുന്നു, ബിയിൽ നിന്നും സിയിലേക്ക് വരുന്നു, സിയിൽ നിന്നും ഡിയിലേക്ക് പോകുന്നു. ഈ ടോട്ടൽ പാത്വേയുടെ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം വർക്ക് പാത്ത് ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാ പാത്തിലുള്ള വർക്ക് സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ ടോട്ടൽ വർക്കായി. അപ്പൊ നമുക്ക് A to B വർക്കും B to C വർക്കും C to D വർക്കും കണ്ടുപിടിക്കണം. ഇനി A to B പ്രോസസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഐസോബാറിക് അല്ലേ, പ്രഷർ കോൺസ്റ്റന്റ്. B to C ഐസോ തെർമലും തന്നിട്ടുണ്ട്. C to D നോക്കിക്കേ ഐസോബാറിക്ക. A to B പ്രോസസ്സിലെ പ്രഷർ P0 അപ്പൊ നമുക്ക് ഐസോബാറിക് പ്രോസസ്സിന്റെ വർക്ക് -P ഡെൽറ്റ വി വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ പ്രഷർ ഉണ്ട്. പക്ഷെ C to D പ്രോസസ്സിന്റെ അകത്തെ പ്രഷർ തന്നിട്ടില്ല. അപ്പോൾ ആ പ്രഷർ കണ്ടുപിടിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം C to D പ്രോസസ്സും ഐസോബാറിക് ആണ്. അവിടുത്തെ വർക്ക് -P ഡെൽറ്റ വി വെച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കണം, പാടൊന്നുമില്ല. നിങ്ങൾ നോക്കിക്കേ, B to C പ്രോസസ്സ് ഐസോ തെർമൽ അല്ലേ. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഷറിലേക്ക് എത്താം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും പറയുന്നത് A to B and C to D processes are ഐസോബാറിക്. ഇനി ഞാൻ പ്രഷർ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മൾ ഇങ്ങനെ എഴുതുവാണ്, സിൻസ് B to C process is ഐസോതെർമൽ. അത് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അത് ഐസോതെർമൽ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ബോയിൽസ് ലോ അനുസരിച്ച് P1 V1 ഈസ് ഈക്വൽ ടു P2 V2 അല്ലേ. P1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ, V1 ഇവിടുത്തെ വോളിയം, P2 ഇവിടുത്തെ പ്രഷർ, V2 ഇവിടുത്തെ വോളിയം. അപ്പൊ നമുക്ക് ഇവിടുത്തെ പ്രഷർ അത് P2 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അന്ന് P2 എങ്ങനെ കണ്ടുപിടിക്കാം? P2 ഈസ് ഈക്വൽ ടു P1 V1 ബൈ V2 അല്ലേ. P1 അവിടെ നോക്കിക്കേ, P0 അല്ലേ, ബിയിലെ പ്രഷർ. V1 എന്ന് പറഞ്ഞാൽ ബിയിലെ വോളിയം, അത് 2V0 അല്ലേ. P0 ഇൻറ്റു 2V0 ഡിവൈഡഡ് ബൈ V2 എന്ന് പറഞ്ഞാൽ സിയിലെ വോളിയം അല്ലേ. നോക്കിക്കേ, 4V0 അല്ലേ, ഡിവൈഡഡ് ബൈ 4V0. അപ്പോൾ അത് P0/2 എന്ന് വരത്തില്ലേ. അപ്പൊ നമ്മൾ ഈ സിക്കും ഡിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ കണ്ടുപിടിച്ചു. അത് P0/2 ഞാൻ ഇവിടെ ഒന്ന് എഴുതുക, P0/2. ഇനി നമുക്ക് സെപ്പറേറ്റ് വർക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യമേ WAB പ്രോസസ് ഐസോബാറിക് ആയതുകൊണ്ട് -P ഡെൽറ്റ വി. ഇതാണ് വർക്കിന്റെ ഇക്വേഷൻ. അവിടുത്തെ P0 ആണ്. ഡെൽറ്റ വി പറയുമ്പോൾ നോക്കിക്കേ, ഫൈനൽ വോളിയം അത് ബിയിലെ വോളിയമാണ്, 2V0 മൈനസ് എയിലെ വോളിയം അത് V0. അങ്ങനെയാണെങ്കിൽ അത് -P0V0 എന്ന് വരും. ഇനി WBC പ്രോസസ് ഐസോതെർമൽ അല്ലേ. അപ്പോൾ ഐസോതെർമൽ ആയതുകൊണ്ട് വർക്കിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം? -2.303 nRT log വോളിയം ചേഞ്ചോ പ്രഷർ ചേഞ്ചോ എടുക്കാം. നമുക്ക് കാര്യം രണ്ടും അറിയാം. ഇപ്പൊ ഞാൻ വോളിയം ചേഞ്ച് എടുത്തോണ്ടെങ്കിൽ ചെയ്യുക, V2/V1. എനിവേ ഇത് നമുക്ക് ലോറിന്റെ ബേസ് ഇയിലാണ് എക്സ്പ്രസ് ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് -nRT ln V2/V1 എന്ന് എടുക്കുക. ഇനി NRTയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ബോയിൽസ് ലോ അനുസരിച്ച് ഐസോതെർമൽ പ്രോസസ്സിന് NRT എന്ന് പറഞ്ഞാൽ PV അല്ലേ. അപ്പൊ -PV ln V2/V1. അപ്പോൾ ഈ PVയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി PVയുടെ കാൽക്കുലേഷൻ പറയുവാണ്. PV കോൺസ്റ്റന്റ് അല്ലേ, PV കോൺസ്റ്റന്റ് ഫോർ ദി പ്രോസസ് B to C. അങ്ങനെയാണെങ്കിൽ PV ഞാൻ പറയുവാണ്, ബിയിലെയും സിയിലെയും PV പറയാം. അത് രണ്ടും സെയിമേ വരത്തുള്ളൂ. ബിയിലെ പ്രഷർ നമുക്കറിയാം P0 ഇൻറ്റു വോളിയം 2V0. അപ്പോൾ PVയുടെ വാല്യൂ 2P0V0 എന്ന് വരത്തില്ലേ. അത് തന്നെ സിയിലും വരത്തുള്ളൂ കേട്ടോ. സിയിലെ പ്രഷർ P0/2 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സിയിലെ വോളിയം ഇവിടെ തന്നിട്ടുണ്ട്, 4V0 അല്ലേ.
അങ്ങനെയാണെങ്കിൽ ഓർപ്പിക്കാം അതും 2P0V0 എന്ന് വന്നില്ലേ. അപ്പോൾ ഈ രണ്ട് PV വാല്യൂസ് സെയിം അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. മൈനസ് 2P0V0 ln ഈ ഫൈനൽ വോളിയം അത് സിയിലെ വോളിയമാണ് 4V0 ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വോളിയം അത് ബിയിലെ വോളിയമാണ് 2V0. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ മൈനസ് 2P0V0 ln 2 എന്ന് വരത്തില്ലേ അത്. അപ്പോൾ WBC കിട്ടി. ഇനി WCD കണ്ടുപിടിക്കണം. WCD നമുക്കറിയാം അഗൈൻ അത് ഐസോബാറിക് ആണ്, മൈനസ് P ΔV. ഇനി C2D പ്രോസസ്സിന്റെ അകത്തെ കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ P0/2 അല്ലേ. ഇനി ΔV പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം ഫൈനൽ വോളിയം ആണ് എടുക്കേണ്ടത് ആദ്യമേ. അത് ഡിയിലെ വോളിയം നമുക്കറിയാം അത് 2V0 മൈനസ് സിയിലെ വോളിയം 4V0. അപ്പോൾ ബ്രാക്കറ്റിന്റെ അകത്ത് മൈനസ് 2V0 എന്ന് വരും. ഈ 2ഉം അകത്തെ 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. മൈനസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് P0V0 എന്ന് വരും. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ വർക്കുകളും കണ്ടുപിടിച്ചു. ഇനി എല്ലാം ഒന്ന് ആഡ് ചെയ്താൽ W ടോട്ടലായി. അപ്പോൾ W ടോട്ടൽ ഈക്വൽ ടു WAB പ്ലസ് WBC പ്ലസ് WCD. WAB നമ്മൾ കണ്ടുപിടിച്ച മൈനസ് P0V0 എന്ന് പ്ലസ് WBC മൈനസ് 2P0V0 ln 2 എന്നാണ് കണ്ടുപിടിച്ചത് പ്ലസ് WCD P0V0. അപ്പൊ നോക്കിക്കേ P0V0 ക്യാൻസൽ ചെയ്ത് പോയില്ലേ. അപ്പോൾ ടോട്ടൽ വർക്ക് മൈനസ് 2P0V0 ln 2 ആയിരിക്കും. ഇതാണ് നമ്മുടെ ആൻസർ, മൈനസ് P0V0 ln 2. ഓപ്ഷൻ നോക്കിക്കേ, ഓപ്ഷൻ 1 അല്ലേ കറക്റ്റ്, മൈനസ് 2P0V0 ln 2. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 1 box containing 1 mole of helium at 7/3 T0 and other box containing 1 mole of a polyatomic gas at T0. അവന്റെ CV തന്നിട്ടുണ്ട് 3R എന്ന്. 2 containers are connected by a valve and is open to attain thermal equilibrium. The final temperature TF then will be. അപ്പോൾ ഫൈനൽ ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം 2 ബോക്സസ് ആണ്, അതുകൊണ്ട് കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷൻസിലാണ് ഈ പറഞ്ഞ 2 ഗ്യാസുകൾ മിക്സ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ 2 ഗ്യാസുകളുടെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഹീലിയത്തിന്റെ ടെമ്പറേച്ചർ 7/3 T0യും ഈ പോളി അറ്റോമിക് ഗ്യാസിന്റെ ടെമ്പറേച്ചർ T0യും. അപ്പൊ പോളി അറ്റോമിക് ഗ്യാസിനാണ് ടെമ്പറേച്ചർ കുറവ്, ഹീലിയത്തിന് ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ ഹീലിയത്തിൽ നിന്നും ഹീറ്റ് പോളി അറ്റോമിക് ഗ്യാസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഹീലിയത്തിന് നഷ്ടപ്പെടുന്ന ഹീറ്റ് പോളി അറ്റോമിക് ഗ്യാസ് ഗെയിൻ ചെയ്യും. അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് ആൻസറിലേക്ക് പോകാവുന്നേ ഉള്ളൂ. എനിവേ കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷൻസിലാണ് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് QV ആണ് വേണ്ടത്. QV എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QV/ΔT. അപ്പൊ QV എന്ന് പറഞ്ഞാൽ CV ΔT ആയിരിക്കും അല്ലെ. അപ്പൊ CV കിട്ടണം. പോളിയറ്റോമിക്കിന്റെ CV തന്നിട്ടുണ്ട്, ഹീലിയത്തിന്റെ CV തന്നിട്ടില്ല. നമുക്കറിയാം ഹീലിയം മോണോ അറ്റോമിക് ഗ്യാസ് അല്ലേ. അപ്പൊ CVയുടെ വാല്യൂ 3/2R അല്ലേ, അതും കൊടുത്താൽ മതി. ഹീലിയം ഈസ് മോണോ അറ്റോമിക് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം CV is equal to 3/2R. ഇനി കാര്യങ്ങൾ ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക്, ഹീറ്റ് ലോസ്റ്റ് ബൈ ഹീലിയം is equal to heat gained by polyatomic gas. ഇനി കോൺസ്റ്റന്റ് വോളിയത്തിലായതുകൊണ്ട് ഇങ്ങനെ എഴുതുവാണ്, മൈനസ് QV ഹീലിയം. അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്, മൈനസ് സൈൻ കൊടുത്തേ എക്സ്പ്രസ് ചെയ്യാവുള്ളൂ. is equal to QV polyatomic gas. ഇനി QVയുടെ സ്ഥാനത്ത് നമുക്ക് CV/ΔT എന്ന് കൊടുക്കാം. മൈനസ് CV/ΔT ഹീലിയം is equal to CV/ΔT polyatomic gas. ഇനി CVയുടെ വാല്യൂ നമുക്കറിയാം 3/2R അല്ലേ. അപ്പം മൈനസ് 3/2R
ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി പറയുമ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് കൊടുക്കാം. അത് TF മൈനസ് 7/3T0. ഇതല്ലേ ഹീലിയത്തിന്റെ കേസിൽ ഇനീഷ്യൽ ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് ഈക്വൽ ടു പോളി അറ്റോമിക് ഗ്യാസിന്റെ CV 3R എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഡെൽറ്റ ടി TF മൈനസ് അവന്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ T0 അല്ലേ, ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും 3R ക്യാൻസൽ ചെയ്ത് കളയത്തില്ലേ, 3R ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടത്തെ ഈ -2 കൊണ്ട് ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ TF മൈനസ് 7/3T0 ഈക്വൽ ടു -2 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -2TF പ്ലസ് 2T0 എന്ന് വരും. ഇനി ഈ -2TF ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ടോട്ടൽ ഇതും കൂടെ ആഡ് ചെയ്താൽ 3TF വരത്തില്ലേ. 3TF ഈസ് ഈക്വൽ ടു ബാക്കി 7/3T0 അങ്ങോട്ട് കൊണ്ടുപോയാൽ 2T0 പ്ലസ് 7/3T0 എന്ന് വരും. ടോട്ടൽ നോക്കിക്കേ, 3 LCM എടുത്തു കഴിഞ്ഞാൽ 6T0 പ്ലസ് 7T0/3 അല്ലേ, 6 പ്ലസ് 7 13 അല്ലേ, അപ്പൊ 13/3T0 എന്ന് വരും. അങ്ങനെയാണ് നമുക്ക് TF അല്ലേ നമുക്ക് വേണ്ടത്. TF ഈസ് ഈക്വൽ ടു ഈ 3 ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ 13/9T0 എന്ന് വരും. അപ്പോൾ 13/9T0 അതാണ് നമ്മുടെ ഫൈനൽ ടെമ്പറേച്ചർ. ഓപ്ഷൻ നോക്കിക്കേ, 2 അല്ലേ കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The specific heat at a constant volume for a gas is 0.075 calories per gram per Kelvin and at a constant pressure is 0.125 calories per gram per Kelvin. The molecular weight and atomicity of the gas is. ഇപ്പോൾ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കണം, മോളിക്കുലാർ മാസും അതുപോലെ തന്നെ അറ്റോമിസിറ്റി. അപ്പം നിങ്ങൾ നോക്കുക, CP CV വാല്യൂസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഹിറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും ഹിറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയും. സ്പെസിഫിക് ഹീറ്റ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് 1 ഗ്രാം സബ്സ്റ്റൻസിന്റെ CPയും CV ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സബ്സ്റ്റൻസിന്റെ മാസ് നമുക്ക് 1 ഗ്രാം ആയിട്ട് എടുക്കാം, കാരണം സ്പെസിഫിക് ഹീറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ മാസ് W is equal to 1 ഗ്രാം എന്നെടുക്കാം നമ്മുടെ സബ്സ്റ്റൻസിന്റെ. ക്ലിയർ ആണല്ലോ, മാസ് 1 ഗ്രാം. ഇനി നമുക്ക് CV തന്നിരിക്കുന്നത് ഹിറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ഇതാണ് CV. അത് 0.075 കാലറീസ് പെർ ഗ്രാം പെർ കെൽവിൻ ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് പ്രഷറിൽ CP തന്നിരിക്കുന്നത് 0.125 കാലറീസ് പെർ ഗ്രാം പെർ കെൽവിൻ. അപ്പോൾ CPയും CV ഉണ്ട്, ഡയറക്റ്റ് നമുക്ക് അറ്റോമിസിറ്റി പറയാം. അപ്പോൾ CP/CV ചെയ്താൽ ഗാമ കിട്ടത്തില്ലേ. അപ്പോൾ അത് 0.125 ഡിവൈഡഡ് ബൈ 0.075. അപ്പോൾ 0.125 ബൈ 0.075 അത് 5/3 അല്ലേ. 5/3 ചെയ്താൽ 1.66 കിട്ടും. അപ്പോൾ ഗ്യാസ് ഉറപ്പിക്കാം മോണോ അറ്റോമിക്. ഗാമയുടെ വാല്യൂ 1.66 കിട്ടിയതുകൊണ്ട് ഗ്യാസ് മോണോ അറ്റോമിക്. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു റിസൾട്ട് CP മൈനസ് CV ഈസ് ഈക്വൽ ടു NR. 1 മോൾ ഗ്യാസ് ആണെങ്കിൽ 6 ആയിരുന്നു, ഇവിടെ 1 മോൾ ഗ്യാസ് തികച്ചില്ല, അതുകൊണ്ട് NR എന്ന് കൊടുക്കണം. N ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾസ്. ഇനി ഈ NRന്റെ സ്ഥാനത്ത് നമുക്ക് W/M എന്ന് എടുക്കാമല്ലോ, ഇൻറ്റു R എന്ന് എടുക്കാം. അപ്പോൾ N നമ്പർ ഓഫ് മോൾസ് ആണ്, മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ M ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, WR ഡിവൈഡഡ് ബൈ CP മൈനസ് CV. അപ്പൊ W നമുക്ക് തന്നിരിക്കുന്നത് 1 ഗ്രാം ഇൻറ്റു ആറിന്റെ വാല്യൂ. നിങ്ങൾ നോക്കിക്കേ, നമുക്കിവിടെ ഈ CPയും CVയും കാലറിയിലല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആറിന്റെ വാല്യൂ കാലറി കൊടുക്കണം, 2 കാലറീസ് പെർ മോൾ പെർ കെൽവിൻ ഡിവൈഡഡ് ബൈ CPയുടെ വാല്യൂ 0.125 മൈനസ് CVയുടെ വാല്യൂ 0.075. അത്രയും കാലറീസ് പെർ കെൽവിൻ. സബ്സ്റ്റൻസിന്റെ മാസ് 1 ഗ്രാം നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പെർ കെൽവിൻ ക്യാൻസൽ ചെയ്ത് വെക്കോളും, അതുപോലെ തന്നെ കാലറീസും ക്യാൻസൽ ചെയ്ത് വെക്കോളും. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 0.05 വരത്തില്ലേ, അത് 40 അല്ലേ. 40 ഗ്രാം പെർ മോൾ. അപ്പോൾ മോളാർ മാസ് 40 ഗ്രാം പെർ മോൾ ആണെങ്കിൽ മോളിക്കുലാർ മാസ് 40 വരും അല്ലെ. അപ്പോൾ നമുക്ക് അറ്റോമിക് മാസ് ഈ കേസിൽ 40 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഗ്യാസ് മോണോ അറ്റോമിക്കോ. അപ്പോൾ ഇത് രണ്ടും കൂടെ മാച്ച് ആവുന്ന ഓപ്ഷൻ 2 അല്ലേ. അപ്പോൾ ഓർക്കുക, മോളാർ മാസ് 40 ഗ്രാം പെർ മോൾ എന്ന് പറഞ്ഞ് യൂണിറ്റ് ഇല്ലാതെ എഴുതിയാൽ മതി. അതാണ് നമ്മുടെ അറ്റോമിക് മാസ്. അത് 40 ഗ്രാം പെർ മോൾ ആയതുകൊണ്ട് 40 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസ് allowed to expand reversibly and adiabatically from a temperature of 27 degrees Celsius if
the work done by the gas in this process is 3 kilojoule. The final temperature will be. CBയുടെ വാല്യൂ തന്നിട്ടുണ്ട് 20 ജൂൾ പെർ കെൽവിൻ പെർ മോള. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അഡയബാറ്റിക് വർക്കിന്റെ കേസ്, അഡയബാറ്റിക് വർക്ക് W നമ്മൾ കണ്ടുപിടിക്കുന്ന NCB ഡെൽറ്റ ടി വെച്ചുകൊണ്ടല്ലേ. അപ്പോൾ ഡെൽറ്റ ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് പോകാം, ഫൈനൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാവുന്ന W = NCB ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W/NCB നടക്കത്തില്ലേ. ഇനി W നമുക്ക് അവിടെ തന്നിരിക്കുന്നത് 3 കിലോ ജൂൾ എന്ന്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് സൈൻ ഇട്ട് എഴുതണം. -3 കിലോ ജൂളിനെ ഞാൻ ജൂളിലേക്ക് ആക്കുവാണ്. × 10⁻³ ജൂൾ എന്നെടുത്തു. ഡിവൈഡഡ് ബൈ Nന്റെ വാല്യൂ 1 മോളല്ലേ ഗ്യാസ് തന്നിരിക്കുന്നത്, ഇൻറ്റു CBയുടെ വാല്യൂ തന്നിട്ടുണ്ട് 20 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന്. ഈ മോളും പെർ മോളും ക്യാൻസൽ ചെയ്ത് പോയി, ജൂളും ക്യാൻസൽ ചെയ്ത് പോയി അല്ലെ. മേളിലെ 3000 ബൈ താഴെ 20, അത് 150 അല്ലേ. അപ്പം -150 കെൽവിൻ. ഇതാണ് ഡെൽറ്റ ടി. ഇനി ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം T2 - T1 അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് T2 അല്ലേ എപ്പോഴും. അപ്പൊ T2 = T1 - 150 കെൽവിൻ എന്ന് വരത്തില്ലേ. ഇനീഷ്യൽ ടെമ്പറേച്ചർ നോക്കിക്കേ, 27 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അത് കെൽവിനിൽ 300 കെൽവിൻ അല്ലേ. അപ്പൊ 300 കെൽവിൻ - 150 കെൽവിൻ. അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാം ഫൈനൽ ടെമ്പറേച്ചർ 150 കെൽവിൻ ആയിരിക്കത്തില്ലേ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഫൈനൽ ടെമ്പറേച്ചർ 150 കെൽവിൻ. ഓപ്ഷൻ 3 അല്ലേ ശരിയാവുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 1 mole of a non-ideal gas undergoes a change of state. 2 atm 3 ലിറ്റർ 95 കെൽവിൻ. ഇനിഷ്യൽ സ്റ്റേറ്റിലെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് 4 atm 5 ലിറ്റർ 245 കെൽവിൻ. അത് ഫൈനൽ സ്റ്റേറ്റിലെ കാര്യങ്ങൾ. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് when a change in internal energy delta U is equal to 30 liter atmosphere, the change in enthalpy of the process in liter atmosphere is. അപ്പൊ ഡെൽറ്റ H കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെ ഓർക്കേണ്ട കാര്യം ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഇതെല്ലാം വേരിയബിൾസ്. അപ്പൊ നമ്മുടെ Hന്റെ റിസൾട്ട് എടുത്തോണ്ട് ചെയ്യണം. H = U + PV. അപ്പൊ ഡെൽറ്റ H = നമ്മള് P കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ U + P ഡെൽറ്റ V എന്ന് പറയായിരുന്നു. പക്ഷെ ഇവിടെ P വേരിയബിൾ, അതുകൊണ്ട് ഡെൽറ്റ U + ഡെൽറ്റ ഓഫ് PV എന്ന് എടുക്കണം. അപ്പൊ ഡെൽറ്റ യുടെ വാല്യൂ തന്നിട്ടുണ്ട് 30 ലിറ്റർ അറ്റ്മോസ്ഫിയർ. ഇനി ഡെൽറ്റ ഓഫ് PVയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഫൈനൽ പ്രഷർ അത് 4 atm ഇൻറ്റു ഫൈനൽ വോളിയം 5 ലിറ്റർ മൈനസ് ഇനീഷ്യൽ പ്രഷർ 2 atm ഇൻറ്റു ഇനീഷ്യൽ വോളിയം 3 ലിറ്റർ. അപ്പൊ ടോട്ടൽ ഇത്രയും ലിറ്റർ അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഡെൽറ്റ ഓഫ് PV. ഇനി 20 - 6 14 വരത്തില്ലേ. 30 + 14 44 ലിറ്റർ അറ്റ്മോസ്ഫിയർ എന്ന് വരും. ഇതാണ് ഡെൽറ്റ H വരുന്നത്. അപ്പൊ 44 ലിറ്റർ അറ്റ്മോസ്ഫിയർ. ഓപ്ഷൻ 3 അല്ലേ കറക്റ്റ്. ഒരൊറ്റ പോയിന്റ് മാത്രം ഓർത്താൽ മതി. പിയും ബിയും വേരിയബിൾ ആയതുകൊണ്ട് ഡെൽറ്റ ഓഫ് PV എടുത്താലേ ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 5 moles of an ideal gas at 300 Kelvin is allowed to expand isothermally and reversibly from an initial pressure of 0.4 kilopascal to a final pressure of 0.1 kilopascal. The maximum work done by the gas is. അപ്പോൾ റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രഷർ ചേഞ്ച് ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ഡബ്ല്യുവിന്റെ ഇക്വേഷൻ -2.303 nRT log പ്രഷർ ചേഞ്ച് ആയതുകൊണ്ട് P1/P2 എന്ന് എടുക്കണം. -2.303 ഇൻറ്റു N ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾസ് 5 ഇൻറ്റു കിലോ ജൂൾ ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ആറിന്റെ വാല്യൂ 8.314 ഇൻറ്റു 10⁻³ കിലോ ജൂൾസ് പെർ മോൾ പെർ കെൽവിൻ ഇൻറ്റു ടെമ്പറേച്ചർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 300 കെൽവിൻ ഇൻറ്റു ലോഗ് ഇനീഷ്യൽ പ്രഷർ 0.4 കിലോ പാസ്കൽ. അപ്പൊ 0.4 ഡിവൈഡഡ് ബൈ ഫൈനൽ പ്രഷർ 0.1 കിലോ പാസ്കൽ. ഇനി നോക്കിക്കേ, ഈ മോളും അതുപോലെ തന്നെ പെർ മോളും ക്യാൻസൽ ചെയ്ത് പോയി, കെൽവിനും പെർ കെൽവിനും ക്യാൻസൽ ചെയ്ത് പോയി. ഇനി അപ്രോക്സിമേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇവിടെ log 4 വരത്തില്ലേ. log 4 0.6 അല്ലേ. ഇനി ഈ 300 ഇൻറ്റു 10⁻³ അത് 0.3.
അപ്പോൾ 0.6 ഇൻറ്റു 0.3 അത് 0.18 അല്ലേ. 0.18 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 0.2 ആണ്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ അറൗണ്ട് 0.2 എന്ന് കിട്ടും. ഇനി ഇവിടെ 2 എടുത്താൽ മതി. 2 ഇൻറ്റു 5 10 10 ഇൻറ്റു 8 80 വരും. 80 ഇൻറ്റു 0.2 അത് അറൗണ്ട് 16 അപ്പോൾ -16 ആണ് അറൗണ്ട് കിട്ടിയത്. അതിന്റെ മുകളിലല്ലേ കിട്ടത്തുള്ളൂ. ഇവിടുത്തെ 0.3യും ഇവിടുത്തെ 0.3 ഒഴിവാക്കിയതുകൊണ്ട് -16ന്റെ മുകളിലുള്ള വാല്യൂ ഓപ്ഷൻ്റെ അകത്ത് നോക്കിക്കേ. -17.2 കിലോ ജൂൾ അല്ലേ. ഇതായിരിക്കും നമ്മുടെ ആൻസർ, ഓപ്ഷൻ 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The heat liberated on complete combustion of 7.8 gram benzene is 327 kilojoule. This heat has been measured at constant volume. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയത്തിലെ ഹീറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹീറ്റ് ഓഫ് ദ പ്രോസസ് അണ്ടർ കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ ΔU. അപ്പൊ നിങ്ങൾക്ക് ΔU ആണ് തന്നിരിക്കുന്നത് 327 കിലോ ജൂൾ. ഓർക്കേണ്ട കാര്യം അത് ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് ആയിട്ട് എടുത്തോളണം. അപ്പോൾ ഈ പ്രോസസ്സിന്റെ ΔU എത്രയാണെന്ന് വെച്ചാൽ -327 കിലോ ജൂളാണ്. ഇനി ബാക്കി തന്നിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് ബെൻസീൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പൊ ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് ബെൻസീൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ΔH. അപ്പൊ ΔU തന്നിട്ട് ΔH കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ΔU തന്നിരിക്കുന്ന 7.8 ഗ്രാം ബെൻസീന്റെ കേസിലാണ്. നമുക്ക് ΔH 7.8 ഗ്രാം ബെൻസിന്റെ കേസിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ΔH എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ 1 മോളിന്റെ കേസിൽ കണ്ടുപിടിക്കണം. അപ്പൊ ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6 മോളിക്കുലാർ മാസ് 78 അല്ലേ. അപ്പോൾ ബെൻസീന്റെ മോളിക്കുലാർ മാസ് 78. അങ്ങനെയാണെങ്കിൽ ആ 78 ഗ്രാം ബെൻസീനാണ് 1 മോൾ ബെൻസീൻ. ആ 1 മോൾ ബെൻസീന്റെ കാര്യമാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ΔU ആണ്. അത് 7.8 ഗ്രാം ബെൻസീന്റെ. അത് ഞാനൊന്ന് എഴുതുവാണ്. ΔU ഫോർ 7.8 ഗ്രാം ബെൻസീൻ സിക്കൽ ടു ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട് -327 കിലോ ജൂൾ എന്ന് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ΔU ഫോർ 1 മോൾ ബെൻസീൻ നമുക്കറിയാം. 1 മോൾ ബെൻസീൻ എന്ന് പറഞ്ഞാൽ 78 ഗ്രാം ബെൻസീൻ വരത്തില്ലേ. അപ്പോൾ 7.8 ഗ്രാമിന്റെ ഇതാണെങ്കിൽ 78 ഗ്രാമിന്റെ ഇൻറ്റു 10 ചെയ്താൽ മതി. അപ്പൊ -3270 കിലോ ജൂൾ ആയിരിക്കും. ഇതാണ് ΔU. അപ്പൊ ΔU 1 മോളിന്റെ കിട്ടി. ഇനി 1 മോളിന്റെ ΔH കണ്ടുപിടിക്കാം. നമുക്കറിയാം ΔH ഉം ΔU നമ്മൾ റിലേഷൻ ΔH = ΔU പ്ലസ് ΔNRT. അപ്പോൾ ഈ കമ്പസ്റ്റൻ ബാലൻസ് ചെയ്ത് ΔN കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അപ്പൊ ബെൻസീന്റെ കമ്പസ്റ്റൻ ബാലൻസ് ചെയ്യാൻ പോവാണ്. ബെൻസീൻ C6H6 ഇവൻ ലിക്വിഡ് ആണ്. പ്ലസ് ഓക്സിജനെ നമുക്ക് അവസാനം ബാലൻസ് ചെയ്യാം. 6 കാർബൺ ആറ്റംസ് ഉള്ളതുകൊണ്ട് 6 CO2 അത് ഗ്യാസ് ആണ്. പ്ലസ് 6 ഹൈഡ്രജൻ ആറ്റംസ് ഉള്ളത് കൊണ്ട് 3 H2O അവൻ ലിക്വിഡാണ്. അപ്പൊ ടോട്ടൽ ഓക്സിജന്റെ നമ്പർ ഇവിടെ 12 പ്ലസ് ഇവിടെ 3 നമുക്കറിയാം 15 വരും. അപ്പൊ 15ന്റെ പകുതി ഇവിടെ കൊടുക്കണം, 7.5. ഇതാണ് ബാലൻസ് റിയാക്ഷൻ. ഇനി ΔN പറയുമ്പോൾ പ്രോഡക്റ്റ് സൈഡിലെ ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾസ് നോക്കിക്കേ. ഇവിടെ 6 അല്ലേ, മൈനസ് റിയാക്ടൻ സൈഡില് 7.5 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാം -1.5 മോൾ. ഇതാണ് ΔN. ഇനി നമ്മൾ ΔHലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. ΔH is equal to ΔU plus ΔNRT. ΔUവിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു -3270 കിലോ ജൂൾ പ്ലസ് ΔNന്റെ വാല്യൂ -1.5 മോള ഇൻറ്റു ആറിന്റെ വാല്യൂ കിലോ ജൂളില് 8.314 ഇൻറ്റു 10⁻³ കിലോ ജൂൾ പെർ മോൾ പെർ കെൽവിൻ ഇൻറ്റു ടെമ്പറേച്ചർ ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, 300 കെൽവിൻ. കെൽവിനും പെർ കെൽവിനും ക്യാൻസൽ ചെയ്ത് പോയി. ഈ മോളും പെർ മോളും ക്യാൻസൽ ചെയ്ത് പോയി. കാൽക്കുലേഷൻ പാർട്ട് സിമ്പിൾ ആണ്. 10⁻³ ഇൻറ്റു 300 0.3 0.3 ഇൻറ്റു 8.314 0.3 ഇൻറ്റു 8 2.4 ആണ്. അപ്പോൾ അറൗണ്ട് 2.5 എന്ന് കിട്ടും. 2.5 ഇൻറ്റു 1.5 അത് അറൗണ്ട് 4 അല്ലേ കിട്ടത്തുള്ളൂ. അപ്പം -3274 കിലോ ജൂൾ ആണ് അപ്രോക്സിമേറ്റ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ അടുത്തുള്ള ഓപ്ഷൻ -3274. അതിന്റെ അടുത്തുള്ള ഓപ്ഷൻ -3273.74 കിലോ ജൂൾ എന്നല്ലേ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ നോക്കിക്കേ, ഓപ്ഷൻ 3 അല്ലേ കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഓഫ് ബെൻസീൻ ഈസ് 30.8 kilojoules per mole
at its normal boiling point of 80 degrees Celsius. Time required for a 100-watt electric heater to vaporize 100 gram benzene at its boiling point. തന്നിരിക്കുന്ന കാര്യം 1 വാട്ട് എന്ന് പറഞ്ഞാൽ 1 ജൂൾ പെർ സെക്കൻഡ് എന്ന്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 100 വാട്ട് ഇലക്ട്രിക് ഹീറ്റർ എന്ന്. അപ്പോൾ 100 വാട്ട് ഇലക്ട്രിക് ഹീറ്റർ എന്ന് പറഞ്ഞാൽ 100 ജൂൾസ് പെർ സെക്കൻഡ് ആയിരിക്കും കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സെക്കൻഡിൽ ആ ഇലക്ട്രിക് ഹീറ്റർ 100 ജൂൾസ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ 100 ഗ്രാം ബെൻസീനെ വേപ്പറൈസ് ചെയ്യാൻ വേണ്ട ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ 100 ഗ്രാം ബെൻസീനെ വേപ്പറൈസ് ചെയ്യാൻ എത്ര ജൂൾ വേണമെന്ന് കണ്ടുപിടിക്കാം. ആ ജൂളിന് ഈ റിലേഷൻ വെച്ചുകൊണ്ട് എത്ര ടൈം എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ എത്ര ജൂൾ വേണമെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ 30.8 കിലോ ജൂൾ പെർ മോൾ എന്നല്ലേ. അപ്പോൾ ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ഫോർ 1 മോൾ ബെൻസീൻ അത് 1 മോൾ ബെൻസീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 78 ഗ്രാം ബെൻസീൻ അല്ലേ. ബെൻസിന്റെ മോളിക്കുലർ മാസ് 78. അത് 30.8 കിലോ ജൂൾ ആണ്. ഞാൻ ജൂളിലേക്ക് ആക്കുവാണ്. ഇൻറ്റു 10⁻³ ജൂള അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ഫോർ 1 ഗ്രാം ബെൻസീൻ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 78 ചെയ്യണം. നമ്മളോട് 100 ഗ്രാം ബെൻസീൻ അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 100 ഗ്രാം ബെൻസീൻ ആണെങ്കിൽ എന്തായിരിക്കും അത് 30.8 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 78 ഇൻറ്റു 100. ഇത്രയും ജൂൾസ് വേണം. അപ്പൊ നമുക്ക് വേണ്ടത് ഇത്രയും ജൂൾസ്. ഇനി നോക്കിക്കേ, ഒരു സെക്കൻഡിൽ 100 ജൂൾസ്. അപ്പൊ 100 ജൂൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെക്കൻഡ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ജൂളിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/100 സെക്കൻഡ് അല്ലേ വേണ്ടത്. ഇനി നമ്മുടെ കയ്യിൽ മൊത്തം ഇത്രയും ജൂളാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിന് 1/100 ഇൻറ്റു ഇതും കൂടെ ചെയ്താൽ ടൈമിലേക്ക് ആക്കത്തില്ലേ. അപ്പോൾ ഓർപ്പിക്കാം 30.8 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 78 ഇൻറ്റു 100. ഇത്രയും ജൂളിന് വേണ്ട ടൈം എത്രയായിരിക്കും? 30.8 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 78 ഇൻറ്റു 100 ഇൻറ്റു 100. ഇത്രയും സെക്കൻഡ്. അപ്പോൾ ഇതേ ഡിവൈഡഡ് ബൈ ഈ 100 കൂടെ ചെയ്താൽ മതി. അപ്പൊ 100 ക്യാൻസൽ ചെയ്ത് നോക്കോളൂ. ഇനി 30.8 ഡിവൈഡഡ് ബൈ 78 ഇൻറ്റു 10⁻³ അത് 395 സെക്കൻഡ്. 395 സെക്കൻഡ് ഓപ്ഷൻ്റെ അകത്തുണ്ടോ നോക്കിക്കേ. 395 മിനിറ്റ് ഉണ്ട്. അപ്പോൾ സെക്കൻഡിലാണ് കിട്ടിയിരിക്കുന്നത്. മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. 395 ഡിവൈഡഡ് ബൈ 60 മിനിറ്റ്. അത് അറൗണ്ട് 6 സംതിങ് മിനിറ്റ് എന്ന് വരും. ഓപ്ഷൻ നോക്കിയാൽ 6.6 മിനിറ്റ്. ഇതാണ് ആൻസർ, 6.6 മിനിറ്റ്. അപ്പൊ നമ്മൾ മൊത്തം എത്ര ജൂൾ വേണമെന്ന് കണ്ടുപിടിച്ചു. അതിനെ ഒരു ജൂളിന് വേണ്ട ടൈമും കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ടോട്ടൽ ടൈം കിട്ടി 6.6 മിനിറ്റ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ന്യൂട്രലൈസേഷൻ ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ഈസ് -57.1 kilojoule. How much heat is liberated when 200 ml of 0.6 molar acetic acid react with the 400 ml of 0.8 molar NaOH? Dissociation energy of CH3COH is 17.1 kilojoules per mole. അപ്പോൾ ഒരു മോൾ അസറ്റിക് ആസിഡിന്റെ ഡിസോസിയേഷൻ വേണ്ടി 17.1 കിലോജൂൾ എനർജി ഉപയോഗിക്കും. അപ്പൊ നമുക്ക് അറിയാം അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്. അവന്റെ ഡിസോസിയേഷൻ വേണ്ടി കുറച്ച് എനർജി ഉപയോഗിക്കും. ബാലൻസ് എനർജിയെ പുറത്തേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യമേ അസറ്റിക് ആസിഡിന്റെ ഡിസോസിയേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന എനർജി ടോട്ടൽ റിലീസ് ചെയ്യുന്ന എനർജി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് അസറ്റിക് ആസിഡ് സ്ട്രോങ് ആയിരുന്നുവെങ്കിൽ കിട്ടേണ്ട എനർജി കണ്ടുപിടിക്കാൻ പോവാം. അതായത് സ്ട്രോങ് ആയിരുന്നെങ്കിൽ കിട്ടേണ്ട എനർജിയിൽ നിന്നും ഡിസോസിയേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന എനർജി കുറച്ചാലാണ് നമുക്ക് ബാലൻസ് എനർജി കിട്ടുന്നത്. അതാണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. അപ്പോൾ അസറ്റിക് ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ റിലീസ് ചെയ്യുന്ന എനർജി കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ആദ്യമേ അസറ്റിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്തിട്ട് ചെയ്യുവാണ്. അസ്യൂമിങ് CH3COH as a strong acid. നമ്പർ ഓഫ് മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് ആദ്യമേ കണ്ടുപിടിക്കുകയാണേ. അത് മൊളാരിറ്റി ഇൻറ്റു വോളിയമിൽ ലിറ്റർ ചെയ്താൽ കിട്ടും. അസറ്റിക് ആസിഡിന്റെ മൊളാരിറ്റി 0.6 ആണ്.
ഇൻറ്റു അവൻ്റെ വോളിയം ലിറ്ററിൽ 0.2 ലിറ്റർ വരത്തില്ലേ, അത് 0.12 മോളാണ്. ഈ 0.12 മോൾ അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്താൽ ഉറപ്പിക്കാം 0.12 മോൾ H+ കിട്ടത്തില്ലേ, കാരണം അസറ്റിക് ആസിഡ് മോണോ ബേസിക്കാണ്. ഇനി ബേസ് വന്നിരിക്കുന്ന NaOH ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH ഇസ് ഈക്വൽ ടു അഗൈൻ മൊളാരിറ്റി ഇൻറ്റു വോളിയം ലിറ്റർ ചെയ്താൽ മതി. മൊളാരിറ്റി 0.8 ഇൻറ്റു വോളിയം 0.4 ലിറ്റർ അല്ലേ, 400 ml 0.4 ലിറ്റർ, അത് 0.32 മോൾ വരും. അങ്ങനെയാണെങ്കിൽ 0.32 മോൾ NaOH ഡിസോസിയേറ്റ് ചെയ്താൽ 0.32 മോൾ OH- കിട്ടും. ഇത് നമ്മുടെ അൾട്ടിമേറ്റ് റിയാക്ഷൻ്റെ അകത്തേക്ക് പോകണം. അപ്പം നമ്മുടെ കയ്യിലുള്ളത് 0.12 മോൾ H+ഉം അതുപോലെ തന്നെ 0.32 മോൾ OH-. ഉറപ്പിക്കാം ലിമിറ്റിംഗ് റിയേജന്റ് H+, അതായത് അസറ്റിക് ആസിഡ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ ഉറപ്പിക്കാം അവൻ്റെ നമ്പർ ഓഫ് മോൾസ് 0.12 മോൾ ആയതുകൊണ്ട് 0.12 മോൾ വാട്ടർ കിട്ടും. ഇനി 1 മോൾ വാട്ടർ ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി 57.1 കിലോ ജൂൾ. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് എത്രയായിരിക്കും? 0.12 ഇൻറ്റു 57.1, ഇത്രയും കിലോ ജൂൾ ആയിരിക്കും. സോൾവ് ചെയ്താൽ 6.852 കിലോ ജൂൾ എന്ന് കിട്ടും. അസറ്റിക് ആസിഡ് സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഇത്രയും എനർജി റിലീസ് ചെയ്തേനെ. പക്ഷെ നമുക്കറിയാം 1 മോൾ അസറ്റിക് ആസിഡിന്റെ ഡിസോസിയേഷന് വേണ്ടി 17.1 കിലോ ജൂൾ എനർജി ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതിലൂടെ 0.12 മോൾ അസറ്റിക് ആസിഡേ ഉള്ളൂ. അതിന്റെ ഡിസോസിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന എനർജി കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ഇതിൻ്റെ അന്ന് കുറച്ചാൽ ശരിക്കും റിലീസ് ചെയ്യുന്ന എനർജി കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ എനർജി കണ്ടുപിടിക്കുകയാണ്. എനർജി യൂസ്ഡ് ഫോർ ദ ഡിസോസിയേഷൻ ഓഫ് .12 മോൾ CH3COH equal to 0.12 into 17.1 kilojoule. അത് 2.052 എന്ന് കിട്ടും. ഇത്രയും കിലോ ജൂൾ. അപ്പോൾ ഇത്രയും എനർജിയാണ് അവൻ്റെ ഡിസോസിയേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത്രയും എനർജി റിലീസ് ചെയ്യേണ്ടതായിരുന്നു, എൻ്റെ അകത്ത് ഇത് ഡിസോസിയേഷന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ബാലൻസ് എനർജി അല്ലേ പുറത്തേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആക്ച്വൽ എനർജി റിലീസ്ഡ് ഈസ് ഈക്വൽ ടു 6.852 മൈനസ് 2.052, അതാ 4.8 കിലോ ജൂൾ എന്ന് കിട്ടും. ഇതാണ് ശരിക്കും ഇവിടെ റിലീസ് ചെയ്ത് കിട്ടുന്ന എനർജി. അസറ്റിക് ആസിഡ് വീക്ക് ആയതുകൊണ്ട് കുറച്ച് എനർജി ഡിസോസിയേഷൻ ഉപയോഗിക്കും, ബാക്കിയേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 4.8 കിലോ ജൂൾ. ഓപ്ഷൻ 2 അല്ലേ കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The enthalpies of solution of copper sulfate pentahydrate and anhydrous copper sulfate are respectively 11.7 and minus 65.5 kilojoules per mole. The hydration enthalpy of anhydrous copper sulfate. അപ്പോൾ കോപ്പർ സൾഫേറ്റ് അൺഹൈഡ്രസിന്റെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, അത് -65.5 കിലോ ജൂളാണ്. ഇനി ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ്, അതായത് കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റ്, അതിന്റെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂ +11.7 കിലോ ജൂളാണ്. അങ്ങനെയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ ഓഫ് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 റിയാക്ഷന്റെ എൻതാൽപ്പീസ് കണക്ട് ചെയ്തെടുക്കണം. ഹെസസ് ലോ ആണ് ഉപയോഗിക്കേണ്ടത്. ഏറ്റവും എളുപ്പ രീതിയിൽ ചെയ്യാം. അപ്പോൾ കോപ്പർ സൾഫേറ്റ് അൺഹൈഡ്രസ് എടുത്തു. ഇതിനെ നമ്മൾ CuSO4 അക്യൂസ് ആക്കുന്നു. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് അൺഹൈഡ്രസ്, അതാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ അതിന്റെ ഡെൽറ്റ എച്ച് നമുക്കറിയാം, തന്നിരിക്കുന്ന -65.5 കിലോ ജൂൾ എന്ന്. ഇനി ഞാൻ ഈ കോപ്പർ സൾഫേറ്റിനെ CuSO4 5H2O സോളിഡ് ആക്കുന്നു. ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവന്റെ ഹൈഡ്രേഷൻ അല്ലേ. അപ്പോൾ ഈ റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് കൊണ്ടെന്ന് എടുക്കുന്നു, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഹൈഡ്രേറ്റഡ് സോൾട്ടിനെ സൊല്യൂഷൻ ആക്കുന്ന പ്രോസസ്സിന്റെ എന്താൽപ്പി ΔH2 എന്ന് എടുക്കുകയാണ്, അത് തന്നിട്ടുണ്ട് 11.7 കിലോ ജൂൾ. ഇനി ഹെസസ് ലോ അനുസരിച്ച് ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ അത് ΔH1 + ΔH2 ആണ്. ഇനി നമ്മളോട് ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് ΔH1 ആണ്.
അപ്പോൾ അത് ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എച്ച് 2 ആണ്. അങ്ങനെയാണെങ്കിൽ -65.5 മൈനസ് 11.7 എന്ന് വരും. അത് -77.2 വരും, 2 കിലോ ജൂൾസ്. അപ്പം -77.2 കിലോ ജൂൾസ്. ഓപ്ഷൻ നോക്കിക്കേ, 3 അല്ലേ? ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രോജനേഷൻ ഓഫ് C6H6 ബെൻസീൻ ആണ്, to C6H12 അത് സൈക്ലോഹെക്സീൻ ഈസ് -205 kilojoule and resonance energy of C6H6 is 152 kilojoule per mole. Then enthalpy of hydrogenation of 1,4-cyclohexadiene is. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ബെൻസീനെ ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടത്തുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് തന്നിരിക്കുന്നത് ഇത്. ഇനി അതുപോലെ തന്നെ ബെൻസീന്റെ റെസൊണൻസ് എനർജി തന്നിട്ടുണ്ട് ഇതാ. ഇനി ഒരു ഡബിൾ ബോണ്ടിന്റെ എൻതാൽപ്പി ഓഫ് ഹൈഡ്രോജനേഷൻ അതിൻ്റെ അന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ 1,4-cyclohexadiene എൻതാൽപ്പി ഓഫ് ഹൈഡ്രോജനേഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ റെസൊണൻസ് എനർജി കണ്ടുപിടിക്കുന്ന ഫോർമുല അപ്ലൈ ചെയ്താൽ മതി ഇവിടെ. അപ്പൊ റെസൊണൻസ് എനർജി ഈസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല ഇതാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഡെൽറ്റ എച്ച് ഹൈഡ്രോജനേഷൻ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് അബ്സർഡ് വാല്യൂ ഓഫ് ഡെൽറ്റ എച്ച് ഹൈഡ്രോജനേഷൻ. ഇതാണ് റെസൊണൻസ് എനർജിയുടെ കാൽക്കുലേഷൻ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂവിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കത്തില്ലേ? ദെർഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് expected value of delta H hydrogenation. എന്ത് വരും? റെസൊണൻസ് എനർജി പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് അബ്സർഡ് വാല്യൂ of delta H hydrogenation. ഇനി റെസൊണൻസ് എനർജിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 152 കിലോ ജൂൾ. ഇനി ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രോജനേഷൻ -205 കിലോ ജൂൾ തന്നിട്ടുണ്ട്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ 205 കിലോ ജൂൾ. അങ്ങനെയാണെങ്കിൽ അത് 357 കിലോ ജൂൾ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ബെൻസീൻ്റെ അകത്ത് റെസൊണൻസ് ഇല്ലായിരുന്നു എങ്കിൽ ഇത്രയും എനർജി റിലീസ് ചെയ്തേനെ. അതായത് ബെൻസീനെങ്കിലും നമുക്കറിയാം 3 ഡബിൾ ബോൺസ് ഉണ്ട്. ആ 3 ഡബിൾ ബോൺസിലും ഹൈഡ്രജൻ അഡീഷൻ നടത്തുമ്പോൾ ഈ 357 കിലോ ജൂൾ എനർജി ലിബറേറ്റ് ചെയ്യുമായിരുന്നു റെസൊണൻസ് ഇല്ലായിരുന്നുവെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ആ മാഗ്നിറ്റ്യൂഡ് മാറ്റി എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഡെൽറ്റ എച്ച് ഹൈഡ്രോജനേഷൻ പറയുവാണേ. നിങ്ങൾ നോക്കിക്കേ, റിലീസ് ചെയ്യുന്നതുകൊണ്ട് അത് -357 കിലോ ജൂൾ എന്ന് എടുക്കണം. ബെൻസീൻ്റെ അകത്ത് റെസൊണൻസ് ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും എനർജി റിലീസ് ചെയ്തേനെ. ഇനി ബെൻസീൻ്റെ അകത്ത് 3 ഡബിൾ ബോൺസ് അല്ലേ ഉള്ളത്. അപ്പൊ 3 ഡബിൾ ബോൺസിന്റെയും കൂടെ എൻതാൽപ്പി ഓഫ് ഹൈഡ്രോജനേഷൻ വാല്യൂ ആയി കിടക്കുന്നത്. അപ്പൊ ഞാൻ ഒരുത്തന്റെ കേസിലേക്ക് എന്നെ ഒന്ന് കൺവേർട്ട് ചെയ്യണം. അതായത് ഇങ്ങനെ നോക്കുക, സൈക്ലോഹെക്സീൻ എടുത്തു, ഇവിടെ ഹൈഡ്രജൻ അഡീഷൻ നടത്തി, സൈക്ലോഹെക്സീൻ കിട്ടത്തില്ലേ? ഇതിന്റെ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? ഉറപ്പിക്കാം, -357/3 എന്ന് പറഞ്ഞാൽ -119 കിലോ ജൂൾ ആയിരിക്കും. ഇത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഇതിന്റെ വാല്യൂ അല്ല, സൈക്ലോഹെക്സ 1,4-ഡൈന്റെ കേസ്. ഇതാണ് 1,4-ഡൈൻ. ഇവിടെ 2 തവണ ഹൈഡ്രജൻ അഡീഷൻ നടക്കും, കിട്ടുന്നത് സൈക്ലോഹെക്സൈൻ. ഇതിന്റെ ഡെൽറ്റ എച്ച് അപ്പോൾ ഓർപ്പിക്കാം 2 × -119 കിലോ ജൂളാണ്. അത് -238 കിലോ ജൂൾ എന്ന് വരും. ഇതായിരിക്കണം നമ്മുടെ ആൻസർ, -238 കിലോ ജൂൾ. ഓപ്ഷൻ്റെ അകത്തില്ലേ നോക്കിക്കേ, ഓപ്ഷൻ 2 അല്ലേ കറക്റ്റ്. അപ്പൊ നമ്മൾ എൻതാൽപ്പി ഓഫ് ഹൈഡ്രോജനേഷന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ എൻതാൽപ്പി ഓഫ് ഹൈഡ്രോജനേഷൻ പറയുമ്പോൾ സൈൻ വരണം, അതുകൊണ്ട് ആ സൈനും കൂടെ ചേർത്ത്, എല്ലാ ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ എക്സോതെർമിക് ആണ്, സൈനും കൂടെ ചേർത്ത് ആൻസറിലേക്ക് പോവുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ.
Calculate the entropy change when 3.6 grams of liquid water is completely converted into vapor at 100 degrees Celsius. ഇനി മോളാർ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ തന്നിട്ടുണ്ട് 40.85 കിലോ ജൂൾസ് പെർ മോൾ. അപ്പോൾ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ തന്നിട്ടുണ്ട്. ഇനി എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷനെ കണ്ടുപിടിക്കേണ്ടത് അത് 3.6 ഗ്രാം ലിക്വിഡ് വാട്ടറിന്റെ കേസ്. അപ്പോൾ വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് എത്ര വരും? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 3.6 ഡിവൈഡഡ് ബൈ 18 അല്ലേ, അത് 0.2 മോളാണ്. അപ്പോൾ 0.2 മോൾ വാട്ടറിന്റെ കേസിലാണ് നമുക്ക് ഡെൽറ്റ എസ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഞാൻ ഡെൽറ്റ എസ് വേപ്പറൈസേഷൻ 1 മോൾ വാട്ടറിന്റെ പറയുവാണ്. ഡെൽറ്റ എസ് വേപ്പറൈസേഷൻ ഫോർ 1 മോൾ H2O, അത് ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ബൈ ടി ബി അല്ലേ. ഇനി ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ 40.85 കിലോ ജൂൾ എന്ന് തന്നിട്ടുണ്ട്. ഞാൻ ജൂളിലേക്ക് ആക്കുവാണ്. ഇൻറ്റു 10⁻³ ജൂൾ ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ്, അതായത് 373 കെൽവിന അല്ലേ. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് 109.5 ജൂൾ പെർ കെൽവിൻ എന്ന് കിട്ടും. അപ്പൊ നോക്കിക്കേ, അത് ഡെൽറ്റ എസ് വേപ്പറൈസേഷൻ ഫോർ 1 മോൾ വാട്ടർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എസ് വേപ്പറൈസേഷൻ ഫോർ നമ്മുടെ കയ്യിലുള്ളത് 0.2 മോൾ വാട്ടർ അല്ലേ. 0.2 മോൾ വാട്ടർ വരുമ്പോൾ 109.5 ഇൻറ്റു 0.2, ഇത്രയും ജൂൾ പെർ കെൽവിൻ ആയിരിക്കും. അപ്പൊ 10.95 ഇൻറ്റു 2 ചെയ്താൽ മതി, അത് അറൗണ്ട് 21. അപ്പോൾ നമ്മുടെ ആൻസർ 21.89 ജൂൾ പെർ കെൽവിൻ. 21.89 ജൂൾ പെർ കെൽവിൻ. ഓപ്ഷൻ 3 അല്ലേ കറക്റ്റ്? ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. For a reaction, X plus T gives Z minus heat. Delta S is negative. Then the reaction is. അപ്പോൾ ഇവിടെ മൈനസ് ഹീറ്റ് കണ്ടുകൊണ്ട് റിയാക്ഷൻ എക്സോതെർമിക് ആണെന്ന് വിചാരിക്കരുത്. ഞാനത് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ ഇങ്ങനെ എഴുതാം: എക്സ് പ്ലസ് ടി പ്ലസ് ഹീറ്റ് ഗീവ്സ് ഇസഡ്. അപ്പോൾ ഓർപ്പിക്കാം, റിയാക്ഷൻ എൻഡോതെർമിക് അല്ലേ. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, എൻഡോതെർമിക് ആണ്. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് ഈസ് പോസിറ്റീവ്. ഇനി ഈസി ആയിട്ട് നമുക്ക് സ്പോണ്ടേനിറ്റി പ്രൊഡിക്ട് ചെയ്യാം. നമ്മുടെ റിസൾട്ട് ഇതാണ്: ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് മൈനസ് ടി ഡെൽറ്റ എസ്. ഇനി ഈ പ്രോസസ്സിന്റെ ഡെൽറ്റ എച്ച് നോക്കിക്കേ, പോസിറ്റീവാ. ഇനി ഡെൽറ്റ എസ് ക്വസ്റ്റ്യൻ്റെ അകത്ത് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ മൈനസ് ടി ഡെൽറ്റ എസിന്റെ വാല്യൂ പോസിറ്റീവ് വരത്തില്ലേ. അപ്പൊ രണ്ട് പോസിറ്റീവ് ടേംസിന്റെ സം പോസിറ്റീവ് അല്ലേ വരത്തുള്ളൂ. അപ്പൊ ഡെൽറ്റ ജി പോസിറ്റീവ് വന്നാൽ പ്രോസസ് നോൺ സ്പോണ്ടേനിയസ് അല്ലേ. അപ്പോൾ ഒരു കാരണവശാലും ഈ റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കത്തില്ല. വിൽ നോട്ട് ഒക്കർ ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. അതാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ഓപ്ഷൻ 4 അല്ലേ കറക്റ്റ് എന്ന് നോക്കിക്കേ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Calculate the free energy change at 27 degrees Celsius for H2 plus Cl2 gives 2HCl. Bond enthalpies of H2, Cl2 and HCl are 435, 240 and 430 kJ per mole respectively. Entropies of hydrogen, chlorine and HCl are 131, 223 and 187 Joule per Kelvin per mole. അപ്പോൾ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും കിട്ടിയ ഡെൽറ്റ ജി കണ്ടുപിടിക്കാം. ബിക്കോസ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. ഇനി ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാൻ ബോണ്ട് എൻതാൽപ്പി തന്നിട്ടുണ്ട്, ഡെൽറ്റ എസ് കണ്ടുപിടിക്കാൻ എല്ലാവരുടെയും എൻട്രോപ്പീസും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആൻസറിലേക്ക് പോകണം. അപ്പൊ നമ്മുടെ റിയാക്ഷൻ ഇതാണ്: H2 പ്ലസ് Cl2 gives 2HCl. ആദ്യമേ ഞാൻ ഡെൽറ്റ എച്ച് പറയുവാണ്. അപ്പൊ ബോണ്ട് എൻതാൽപ്പിയുടെ ടൈമിൽ സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ടൻസ് മൈനസ് സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രോഡക്ട്സ്. ഇതാണ് റിസൾട്ട്. അപ്പൊ റിയാക്ടൻസിന്റെ ബോണ്ട് എൻതാൽപ്പി പറയുമ്പോൾ ബോണ്ട് എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ പ്ലസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഇത് വരും, മൈനസ് പ്രോഡക്ട്സിലേക്ക് വരുമ്പോൾ 2 ഇൻറ്റു ബോണ്ട് എൻതാൽപ്പി ഓഫ് HCl എന്ന് വരും. ഇനി ബോണ്ട് എൻതാൽപ്പി വാല്യൂസ് തന്നിട്ടുണ്ട്. ഹൈഡ്രജന്റേത് 435 പ്ലസ് ക്ലോറിൻ്റേത് 240 മൈനസ് 2 ഇൻറ്റു HClൻ്റേത് 430. ടോട്ടൽ സോൾവ് ചെയ്യുമ്പോൾ മൈനസ് 185 എന്ന് വരും, കിലോ ജൂൾസ് എന്ന് കിട്ടും.
മൈനസ് 185 കിലോ ജൂൾസ് ആണ് നമ്മുടെ ഡെൽറ്റ എച്ച്. ഇനി ഡെൽറ്റ എസിലേക്ക് പോവാം. ഡെൽറ്റ എസ് ഫോർ ദിസ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എസ് പ്രോഡക്ട്സ് മൈനസ് സിഗ്മ എസ് റിയാക്ടൻസ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 2 ഇൻറ്റു എസ് എച്ച് സി എൽ, ഇതാണ് പ്രോഡക്റ്റ് സൈഡിലുള്ള ആൾ, മൈനസ് എസ് എച്ച് ടു പ്ലസ് എസ് സി എൽ ടു. ഇനി എൻട്രോപ്പീസ് തന്നിട്ടുണ്ട്. എച്ച് സി എല്ലിന്റെ വാല്യൂ തന്നിരിക്കുന്നത് 187. അപ്പൊ 2 ഇൻറ്റു 187 മൈനസ് ഹൈഡ്രജന്റെ വാല്യൂ തന്നിരിക്കുന്ന 131 പ്ലസ് ക്ലോറിൻ്റെത് 223 ആണ്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 20 എന്നല്ലേ. 20 യൂണിറ്റ് ശ്രദ്ധിച്ചോളണം, ജൂൾ പെർ കെൽവിൻ. അപ്പോൾ ഇവിടെ ഡെൽറ്റ എച്ച് കിലോ ജൂൾ ആയതുകൊണ്ട് തന്നെ ഞാൻ കിലോ ജൂളിലേക്ക് മാറ്റുകയാണ്. 20 ഇൻറ്റു 10⁻³ കിലോ ജൂൾ പെർ കെൽവിൻ. അപ്പൊ നമുക്ക് ഡെൽറ്റ എസും ഡെൽറ്റ എച്ചും കിട്ടി. ഇനി ഡെൽറ്റ ജിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ. ദാറ്റ് ഈസ് മൈനസ് 185 കിലോ ജൂൾ മൈനസ് ടി, നമുക്ക് ടെമ്പറേച്ചർ തന്നിരിക്കുന്ന 300 കെൽവിൻ അല്ലേ, ഇൻറ്റു 20 ഇൻറ്റു 10⁻³ കിലോ ജൂൾസ് പെർ കെൽവിൻ. ഈ പെർ കെൽവിനും കെൽവിനും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. 300 ഇൻറ്റു 20 6000 ഇൻറ്റു 10⁻³ 6. അപ്പോൾ 185ഉം 6ഉം കൂടെ ആഡ് ചെയ്താൽ 191. അപ്പോൾ 191 മൈനസ് 191 കിലോ ജൂൾ, ഇതായിരിക്കും ഡെൽറ്റ ജി. അപ്പോൾ ഡെൽറ്റ ജിയുടെ വാല്യൂ മൈനസ് 191 കിലോ ജൂൾ. ഓപ്ഷൻ നോക്കിക്കേ, 3 അല്ലേ കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 4.48 liter of an ideal gas at NTP requires 12 calories of heat to rise its temperature by 15 degrees Celsius at constant volume. The CP of the gas is. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിൽ അബ്സോർവ് ചെയ്യുന്ന ഹീറ്റാ. ഈ കോൺസ്റ്റന്റ് വോളിയത്തിൽ അബ്സോർവ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് QV അല്ലേ. അപ്പൊ QVയുടെ വാല്യൂ 12 കാലറീസ് തന്നിട്ടുണ്ട്. ഇനി ഡെൽറ്റ ടി 15 ഡിഗ്രി സെൽഷ്യസ്. 15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാൻ നമുക്കറിയാം 15 കെൽവിൻ തന്നെ. ഇതാണ് ഡെൽറ്റ ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് അത് സി വിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. സി വി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം CP കണ്ടുപിടിക്കാം അല്ലേ. പക്ഷെ ഓർക്കേണ്ട കാര്യം, ഈ CV പ്ലസ് R ഇതാണ് CP കണ്ടുപിടിക്കുന്നത്. ആ R 1 മോളിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഗ്യാസ് 1 മോളില്ല. അപ്പോൾ 1 മോളിന്റെ കേസിലുള്ള CV കണ്ടുപിടിച്ചിട്ട് വേണം CPയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ഗ്യാസ് കണ്ടുപിടിക്കാൻ പോകണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഈക്വൽ ടു 4.48 ഡിവൈഡഡ് ബൈ മോളാർ വോളിയം 22.4. അത് 0.2 മോൾ അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ CV കണ്ടുപിടിക്കാൻ പോകണം. CV ഫോർ 0.2 മോൾ ഗ്യാസ് ഈക്വൽ ടു QV ബൈ ഡെൽറ്റ ടി. QV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 കാലറീസ് ഡിവൈഡഡ് ബൈ 15 കെൽവിന. ശരിയല്ലേ. അപ്പൊ 12 ബൈ 15 രണ്ടിടത്തും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4/5 എന്ന് വരും. 4/5 എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാം 0.8 അല്ലേ. അപ്പൊ 0.8 കാലറീസ് പെർ കെൽവിൻ. ഇതാണ് 0.2 മോൾ ഗ്യാസിന്റെ CV. അങ്ങനെയാണെങ്കിൽ CV ഫോർ 1 മോൾ ഗ്യാസ് അത് 0.8 കാലറീസ് പെർ കെൽവിൻ ഡിവൈഡഡ് ബൈ 0.2 മോൾ മതി. അങ്ങനെയാണെങ്കിൽ 4 വരത്തില്ലേ, അത് 4 കാലറീസ് പെർ മോൾ പെർ കെൽവിൻ. അപ്പൊ നമുക്ക് 1 മോളിന്റെ CV ആയി. ഇനി നമുക്ക് CPയിലേക്ക് മാറ്റാം. CP ഈസ് ഈക്വൽ ടു CV പ്ലസ് R അല്ലേ. CVയുടെ വാല്യൂ 4 കാലറീസ് പെർ മോൾ പെർ കെൽവിൻ പ്ലസ് ആറിന്റെ വാല്യൂ കാലറിയിൽ 2 അല്ലേ. 2 കാലറീസ് പെർ മോൾ പെർ കെൽവിൻ. അപ്പൊ ടോട്ടൽ 6 വരത്തില്ലേ. 6 കാലറീസ് പെർ മോൾ പെർ കെൽവിൻ. അപ്പൊ 6 ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. അപ്പോൾ ആൻസർ 4 അല്ലേ കറക്റ്റ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 1 മോൾ ഓഫ് monoatomic ideal gas expands adiabatically at initial temperature T against constant external pressure of 1 atm from 1 liter to 2 liter. Find the final temperature. അപ്പോൾ അഡയബാറ്റിക് വർക്കിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഡയബാറ്റിക് വർക്കിന്റെ ഫോർമുല നമുക്കറിയാം, NCV ഡെൽറ്റ ടി അല്ലേ. അപ്പോൾ W is equal to NCV ഡെൽറ്റ ടി എന്ന് എടുക്കാം.
അപ്പോൾ ഡെൽറ്റ ടി കിട്ടിയാൽ ഫൈനൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. അപ്പോൾ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു W/NCV അല്ലേ. ഇനി പ്രോസസ്സ് എക്സ്റ്റേണൽ പ്രഷർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ W കണ്ടുപിടിക്കാൻ നമുക്ക് -P എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എന്നും കൂടെ കൊടുക്കാം. അതേ ഡിവൈഡഡ് ബൈ NCV കൊടുത്താൽ മതി അല്ലേ. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. P എക്സ്റ്റേണൽ നമുക്ക് തന്നിരിക്കുന്ന 180 അല്ലേ. ഡെൽറ്റ വി പറയുമ്പോൾ ഫൈനൽ വോളിയം 2 ലിറ്റർ, ഇനിഷ്യൽ വോളിയം 1 ലിറ്റർ. അപ്പോൾ 2 - 1 അത്രയും ലിറ്റർ വരും. ഡിവൈഡഡ് ബൈ N 1 മോൾ ഗ്യാസ് അല്ലേ. ഇനി CVയും കൂടെ കൊടുക്കണം. നമുക്കറിയാം ഗ്യാസ് മോണോ അറ്റോമിക് ഐഡിയൽ ഗ്യാസ് അല്ലേ. മോണോ അറ്റോമിക് ഐഡിയൽ ഗ്യാസിന്റെ CV എന്ന് പറഞ്ഞാൽ 3/2R അല്ലേ. അതായത് U 3/2RT ആണ്. അപ്പോൾ CV 3/2R എന്ന് വരും. അപ്പോൾ അവിടെ 3/2R എന്ന് കൊടുക്കണം. ഇനി ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ മുകളിൽ നമുക്ക് -1 ലിറ്റർ അറ്റ്മോസ്ഫിയർ എന്ന് വരും. ഡിവൈഡഡ് ബൈ 1 മോൾ ഇൻറ്റു 3/2 ഇൻറ്റു ആറിന്റെ വാല്യൂ ലിറ്റർ അറ്റ്മോസ്ഫിയറിൽ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ. അപ്പൊ നോക്കിക്കേ, ഈ മോളും ഈ പെർ മോളും കൂടെ ക്യാൻസൽ ചെയ്തു പോകും. അതുപോലെ തന്നെ ലിറ്റർ അറ്റ്മോസ്ഫിയർ മേളിൽ നിന്നും താഴെ നിന്നും ക്യാൻസൽ ചെയ്തു പോകും. പെർ കെൽവിൻ മേളിലേക്ക് എടുക്കുമ്പോൾ കെൽവിൻ എടുക്കാം. അപ്പോൾ ഞാൻ 3/2ന്റെ 2 മേളിലേക്ക് എടുത്താൽ -2/3 ഇൻറ്റു 0.0821 അത്രയും കെൽവിൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെൽറ്റ ടി. ഇനി ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത് T2 - T1 അല്ലേ. അപ്പൊ T2 - T1ന്റെ വാല്യൂ ആണ് ഈ കിടക്കുന്നത്. -2/3 ഇൻറ്റു 0.0821. അങ്ങനെയാണെങ്കിൽ T2 ഈസ് ഈക്വൽ ടു T1 - 2/3 ഇൻറ്റു 0.0821 അല്ലേ. ഇനി T1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ടെമ്പറേച്ചർ T തന്നിട്ടുണ്ട്. അപ്പൊ T - 2/3 ഇൻറ്റു 0.0821. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വേണ്ടത്. T - 2/3 ഇൻറ്റു 0.0821. അത് ഓപ്ഷൻ്റെ അകത്ത് ഇല്ലേ നോക്കിക്കേ. ഓപ്ഷൻ 3 അല്ലേ കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The given reaction CH4 plus Cl2 gives CH3Cl plus HCl has delta H -25 kilocalories. From the following data, what is the bond energy of Cl-Cl bond? ഇനി Cl-Cl ബോണ്ടിന്റെ ബോണ്ട് എനർജി Y തന്നിട്ടുണ്ട്, CH ബോണ്ടിന്റെ X തന്നിട്ടുണ്ട്. അപ്പോൾ X കൊണ്ട് സോൾവ് ചെയ്താലേ നമുക്ക് Y കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. Y കണ്ടുപിടിക്കേണ്ടത് Cl-Cl ബോണ്ടിന്റെ എന്താൽപി. ഇനി X/Yയുടെ വാല്യൂ 9/5 തന്നിട്ടില്ലേ. അതിനെ നമുക്ക് ബൈയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ X/Y ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് 9/5. അങ്ങനെയാണെങ്കിൽ ഓർപ്പിക്കാം X = 9/5Y അല്ലേ. അപ്പോൾ Xന്റെ സ്ഥാനത്ത് നമുക്ക് 9/5Y എന്ന് കൊടുത്തിട്ട് ചെയ്യാം. ഇനി തന്നിരിക്കുന്ന റിയാക്ഷന്റെ എന്താൽപി നമുക്ക് ബോണ്ട് എന്താൽപിയുടെ ടൈമിൽ എഴുതാം, എന്നിട്ട് ആൻസറിലേക്ക് പോകുന്നേ ഉള്ളൂ. അപ്പൊ തന്നിരിക്കുന്ന റിയാക്ഷൻ CH4ന്റെ പ്രത്യേകത 4 CH ബോണ്ട് ഉണ്ട് പ്ലസ് ക്ലോറിൻ മോളിക്കൂൾ. അതിൻ്റെ അകത്ത് ക്ലോറിൻ ബോണ്ട് ഉണ്ട്. കിട്ടുന്ന CH3Cl ന്റെ അകത്ത് 3 CH ബോണ്ടും ഒരു കാർബൺ ക്ലോറിൻ ബോണ്ടും പ്ലസ് HCl. ഇതിന്റെ ഡെൽറ്റ H തന്നിരിക്കുന്നത് -25 കിലോ കാലറീസ്. ഇനി നമുക്ക് ഡെൽറ്റ H ബോണ്ട് എന്താൽപിയുടെ ടൈമിൽ ഇങ്ങനെ പറയാം, സിഗ്മ ബോണ്ട് എന്താൽപി ഓഫ് റിയാക്ടൻസ് മൈനസ് സിഗ്മ ബോണ്ട് എന്താൽപി ഓഫ് പ്രോഡക്ട്സ്. ഇനി റിയാക്ടന്റ് സൈഡിലെ CH4ന്റെ അകത്ത് 4 CH ബോണ്ട്. അപ്പോൾ 4 ഇൻറ്റു ബോണ്ട് എന്താൽപി ഓഫ് CH ബോണ്ട് പ്ലസ് പ്രോഡക്റ്റിന്റെ കേസിലേക്ക് അതിന് മുമ്പ് ക്ലോറിൻ മോളിക്കൂളും കൂടെ ഉണ്ട്, അതും കൂടെ എഴുതണം, പ്ലസ് ബോണ്ട് എന്താൽപി ഓഫ് ക്ലോറിൻ ബോണ്ട്. ഇനി പ്രോഡക്റ്റിന്റെ കേസ് മൈനസ് പ്രോഡക്റ്റ് സൈഡിലെ ഈ പ്രോഡക്റ്റിന്റെ അകത്ത് 3 CH ബോണ്ടും ഒരു CCl ബോണ്ടും. അപ്പൊ 3 ഇൻറ്റു ബോണ്ട് എന്താൽപി ഓഫ് CH ബോണ്ട് പ്ലസ് ബോണ്ട് എന്താൽപി ഓഫ് CCl ബോണ്ട് പ്ലസ് ബോണ്ട് എന്താൽപി ഓഫ് HCl ബോണ്ട്. ഇത്രയാണ് വരുന്നത്. ഇനി ഈ CH ബോണ്ട് റിയാക്ടന്റ് സൈഡിൽ 4ഉം പ്രോഡക്റ്റ് സൈഡിൽ 3ഉം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 3ഉം 4ഉം കൂടെ സോൾവ് ചെയ്ത് ഇവിടെ ഒരെണ്ണം കൊടുത്താൽ മതി. അപ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങ് പൊക്കോളൂ. ഇനി ഞാൻ വാല്യൂസ് കൊടുക്കുകയാണ്. CH ബോണ്ടിന്റെ എന്താൽപി നമുക്ക് ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. CH ബോണ്ടിന്റെ എന്താൽപി X എന്നാണ് തന്നിരിക്കുന്നത്, പ്ലസ് Cl ബോണ്ടിന്റെ എന്താൽപി Y എന്നാണ് തന്നിരിക്കുന്നത്.
മൈനസ് CCl ബോണ്ടിന്റെ എന്താൽപി നമുക്ക് തന്നിരിക്കുന്ന 84 എന്നാണ്, പ്ലസ് HCl ബോണ്ടിന്റെ എന്താൽപി തന്നിരിക്കുന്നത് 103 എന്നാണ്. ഇനി നിങ്ങൾ നോക്കിക്കേ, റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് -25 കിലോ കാലറീസും തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എത്ര വരും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ -187. അതേ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 187 -25 എന്ന് വരും. 187 -25 അത് 162 അല്ലേ? 162 ആണ് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 9/5y അല്ലേ? അപ്പൊ 9/5y പ്ലസ് y അതിന്റെ വാല്യൂ 162 ആണ്. അങ്ങനെയാണെങ്കിൽ 9/5y പ്ലസ് y എന്ന് പറഞ്ഞാൽ 14/5y എന്നല്ലേ? അതിന്റെ വാല്യൂ 162. അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു 162 × 5 ഡിവൈഡഡ് ബൈ 14 അല്ലേ? 162/14 അപ്രോക്സിമേറ്റ് 12 അല്ലേ വരത്തുള്ളൂ? 12 × 5 നമുക്കറിയാം 60 വരും. 60യുടെ തൊട്ട് താഴെയുള്ള വാല്യൂ വരത്തുള്ളൂ, കാരണം 162/14 ചെയ്താൽ 12ന്റെ തൊട്ട് താഴെ വാല്യൂ വരത്തുള്ളൂ. അപ്പോൾ 60യുടെ തൊട്ട് താഴെയുള്ള വാല്യൂ നിങ്ങൾ നോക്കിക്കേ, 57.75 കിലോ കാലറീസ് എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ, 57.75 കിലോ കാലറീസ്. ഓപ്ഷൻ നോക്കിക്കേ, 4 അല്ലേ കറക്റ്റ്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസസ് ഡസ് എൻട്രോപ്പി ഡിക്രീസസ്? എൻ്റെ അത് ആദ്യത്തെ ഫ്രീസിംഗ് ഓഫ് വാട്ടർ ടു ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. നമുക്കറിയാം വാട്ടർ ഫ്രീസ് ചെയ്യുമ്പോൾ ലിക്വിഡ് സോളിഡ് ആവും, എൻട്രോപ്പി കുറയും. അപ്പൊ ഡെൽറ്റ ഐസ് നെഗറ്റീവ് അല്ലേ വരുന്നത്? അപ്പൊ ഡെൽറ്റ ഐസ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് ആൻസർ ആകാം. രണ്ടാമത്തെ ഫ്രീസിംഗ് ഓഫ് വാട്ടർ ടു ഐസ് അറ്റ് -10 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെയും ലിക്വിഡ് സോളിഡ് ആവും, അപ്പോൾ എൻട്രോപ്പി കുറയും. ഇതും ആൻസർ ആകാം. ഇനി അടുത്തത് നോക്കിക്കേ, N2 + 3H2 gives 2NH3. അപ്പൊ റിയാക്ടന്റ് സൈഡിൽ 4 മോള്, പ്രോഡക്റ്റ് സൈഡിൽ 2 മോള്. ഗ്യാസസിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് പറഞ്ഞത്. അപ്പൊ ഗ്യാസസിന്റെ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞു കഴിഞ്ഞാൽ എൻട്രോപ്പി കുറയുമല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇതും ആൻസർ വരാം. അഡ്സോർപ്ഷൻ ഓഫ് CO ഗ്യാസ് ഓൺ ലെഡ് സർഫസ്. അപ്പൊ കാർബൺ മോണോക്സൈഡ് ലെഡ് സർഫസിൽ അഡ്സോർബ് ചെയ്യുമ്പോൾ കാർബൺ മോണോക്സൈഡ്, അതായത് ഗ്യാസിന്റെ എമൗണ്ട് കുറയുമല്ലേ ചെയ്യുന്നത്? അവിടെയും എൻട്രോപ്പി കുറയും. അപ്പോൾ ഇതും ആൻസർ വരാം. ഇനി അവസാനത്തെ ഡിസൊല്യൂഷൻ ഓഫ് NaCl ഇൻ വാട്ടർ. അപ്പൊ നമുക്കറിയാം NaCl വാട്ടറിന്റെ അകത്ത് ഡിസോൾവ് ചെയ്യുമ്പോൾ Na+ Cl- ആയിട്ട് മാറി ലിക്വിഡ് സ്റ്റേറ്റിലേക്കും കൂടെ കൺവേർട്ട് ചെയ്തിട്ടാണ് ഡിസോൾവ് ചെയ്യുന്നത്. അപ്പൊ പാർട്ടിക്കിൾസിന്റെ നമ്പർ കൂടും, സോളിഡ് ലിക്വിഡ് ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ എൻട്രോപ്പി ഇവിടെ കൂടുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടി, സോളിഡ് ലിക്വിഡുമായി, അപ്പോൾ എൻട്രോപ്പി കൂടും, ഡിസോർഡർ കൂടുന്നുണ്ട്. നമ്മുടെ ആൻസർ അല്ല. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്ന A, B, C ആൻഡ് D. ആൻസർ 1 അല്ലേ ഓപ്ഷൻ വരുന്നത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇനി സെക്ഷൻ 2ലെ ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ 2 ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് Al2O3 CaO ആർ -1675 kJ/mol and -635 kJ/mol respectively. For the reaction 3CaO plus 2Al gives 3Ca plus Al2O3. The standard reaction enthalpy is equal to dash kilojoule. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന റിയാക്ഷൻ നോക്കിക്കേ, 3CaO plus 2Al gives 3Ca plus Al2O3. ഇനി ഡെൽറ്റ H for this reaction under standard conditions, that is equal to sigma delta H0f of products minus sigma delta H0f of reactants. ഇതാണ് നമ്മുടെ റിസൾട്ട്. That is equal to 3 into delta H0f of Ca plus delta H0f of Al2O3 product side I minus 3 into delta H0f of CaO plus 2 into delta H0f of അലുമിനിയം. റിയാക്ടന്റ് സൈഡ് വൈ. ഇനി ഓർക്കേണ്ട കാര്യം, ഇവിടെ കാൽസ്യം അലുമിനിയം 2 മെറ്റൽസ് ഉണ്ട്, രണ്ടുപേരും പ്യൂർ എലമെന്റ്സ്. അവരുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് 0 ആയിട്ട് എടുത്തോളണം. അപ്പോൾ 3 into 0 പ്ലസ് Al2O3യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് -1675 എന്ന്, മൈനസ്
3 ഇൻറ്റു CaOയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് -635 പ്ലസ് 2 ഇൻറ്റു അലുമിനിയം ഫ്രീ എലമെന്റ് ആണ് 0. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, -1675 മൈനസ് ഇത് മൈനസ് ഇൻറ്റു മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. 3 ഇൻറ്റു 635 അത് 1905 അല്ലേ, ഇത് വരും. അങ്ങനെയാണെങ്കിൽ അത് 230 എന്ന് വരത്തില്ലേ, 230 കിലോ ജൂൾ. 230 കിലോ ജൂൾ അതാണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 230 ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. An ideal gas undergoes isothermal compression from 5 meter cube to 1 meter cube against a constant external pressure of 4 Newton meter raised to -2. Heat released in this process is used to increase the temperature of 1 mole aluminium. If molar heat capacity of aluminum is 24 joule per mole per Kelvin, the temperature of aluminum is increased by. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെ ഒരു വർക്ക് ചെയ്യുവാണ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. ആ കിട്ടുന്ന വർക്ക് നമ്മുടെ സിസ്റ്റം ഹീറ്റ് ആയിട്ട് ലിബറേറ്റ് ചെയ്ത് കൊടുക്കും. ആർക്ക്? 1 മോൾ അലുമിനിയത്തിന്. അലുമിനിയത്തിന്റെ ടെമ്പറേച്ചർ എത്ര റൈസ് ചെയ്യുമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് അലുമിനിയത്തിന് എത്ര ഹീറ്റ് കിട്ടുമെന്ന് കണ്ടുപിടിക്കാം. അതവിടെ ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് W പറയുമ്പോൾ ഇറിവേഴ്സിബിൾ വർക്കിന്റെ എക്സ്പ്രഷൻ ആണ് W = -P external × ΔV. അപ്പോൾ P external നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 4 Newton meter raised to -2 അല്ലേ, അപ്പം -4 Newton meter raised to -2 ഇൻറ്റു ΔV പറയുമ്പോൾ ഫൈനൽ വോളിയം 1 meter cube ടു ഇനീഷ്യൽ വോളിയം 5 meter cube. അപ്പോൾ ഇത് -4 വരും. -4 × -4 അപ്പോൾ 16 Newton meter എന്ന് വരും. 16 Newton meter എന്ന് പറഞ്ഞാൽ 16 ജൂളാണ്. അപ്പോൾ ഉറപ്പിക്കാം 16 joules ഓഫ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ 1 mole അലുമിനിയം. കാര്യം മനസ്സിലായല്ലോ. 16 ജൂൾ വർക്കാണ് നമ്മുടെ സിസ്റ്റത്തിന് കിട്ടുന്നത്. അത് ഹീറ്റായിട്ട് അലുമിനിയത്തിന് റിലീസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അലുമിനിയം അബ്സോർബ് ചെയ്യുന്ന 16 ജൂൾ ഹീറ്റ് ആണല്ലോ. ഇനി അവന്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി CM നമുക്കറിയാം, Q/N ΔT. അതിൻ്റെ അകത്ത് ഈ ക്യൂവിന്റെ വാല്യൂ ആണ് 16 ജൂൾ എന്ന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ΔT = എന്തെഴുതാം? Q/N CM എന്ന് എഴുതിയാൽ പോരെ. അപ്പൊ ക്യൂവിന്റെ വാല്യൂ 16 ജൂളാണ്. ഇനി എന്നിന്റെ വാല്യൂ 1 മോൾ അലുമിനിയം അല്ലേ. ഇനി CM അലുമിനിയത്തിന്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട് 24 ജൂൾ പെർ മോൾ പെർ കെൽവിൻ. അപ്പൊ നോക്കിക്കേ, ഈ മോളും പെർ മോളും ഈ ജൂളും ക്യാൻസൽ ചെയ്ത് പോയി. 16/24 2/3 അല്ലേ. 2/3 എന്ന് പറഞ്ഞാൽ 0.67 അല്ലേ. 0.67 കെൽവിൻ എന്ന് വരും. അപ്പോൾ 0.67 കെൽവിൻ. അപ്പോൾ നമ്മുടെ ആൻസർ ഇതിൻ്റെ അകത്ത് 0.67 ആയിരിക്കും റൈസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 0.144 gram CH4 is burned with O2 in bomb calorimeter. ഹീറ്റ് കപ്പാസിറ്റി 1.5 കിലോ കലോറി തന്നിട്ടുണ്ട്. ഓർക്കേണ്ട കാര്യം, അത് കലോറിമീറ്ററിന്റെ മാത്രം ഹീറ്റ് കപ്പാസിറ്റിയാണ്. വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. The calorimeter contains 300 ml H2O. ഡെൻസിറ്റി 1 gram per ml തന്നിട്ടുണ്ട്. അപ്പൊ 300 ml H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് വാട്ടർ എത്ര വരും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ മതി, ശരിയല്ലേ? അപ്പോൾ ഡെൻസിറ്റി 1 gram per ml ആണ് ഇൻറ്റു 300 ml. ദാറ്റ് ഈസ് ഈക്വൽ ടു 300 gram. അത് 0.3 കിലോഗ്രാം നടത്തും. വാട്ടറിന്റെ മാസ് 0.3 കിലോഗ്രാം ആണ്. അപ്പോൾ വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ ടോട്ടൽ ഹീറ്റ് കപ്പാസിറ്റി ആയി. ഇനി ബാക്കി പറഞ്ഞിരിക്കുന്ന കലോറിമീറ്റർ ഹീറ്റ് കപ്പാസിറ്റി 1.5 കിലോ കാലറി, അത് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഷോസ് ടെമ്പറേച്ചർ റൈസ് ബൈ 1.2 കെൽവിൻ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ΔU. അപ്പോൾ ΔU കണ്ടുപിടിക്കാൻ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, -Z∆T m/W. Z കണ്ടുപിടിക്കണം. Z ടോട്ടൽ ഹീറ്റ് കപ്പാസിറ്റിയാണ്. അപ്പോൾ ആദ്യമേ ഞാൻ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് 0.3 കിലോഗ്രാം വാട്ടർ കണ്ടുപിടിക്കാൻ പോവാം. അത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു മാസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി കിലോ കാലറിയിൽ 1 അല്ലേ. 1 കിലോ കാലറീസ് പെർ കിലോഗ്രാം പെർ കെൽവിന ഇൻറ്റു 0.3
കിലോഗ്രാം. അപ്പോൾ കിലോഗ്രാമും പെർ കിലോഗ്രാമും ക്യാൻസൽ ചെയ്ത് പോയാൽ ഉറപ്പിക്കാം 0.3 കിലോ കാലറീസ് പെർ കെൽവിൻ. ഇതാണ് വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി. ഇനി അതും കൂടെ ആഡ് ചെയ്താൽ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കലോറിമീറ്റർ സിസ്റ്റമായി. അപ്പോൾ അതിലേക്ക് പോവാണ്. നമ്മളത് ഇസഡ് ആയിട്ടാണ് എടുക്കുന്നത്. സിക്കൽ ടു ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കലോറിമീറ്റർ പ്ലസ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ അല്ലേ. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കലോറിമീറ്റർ 1.5 കിലോ കാലറീസ്. വാട്ടറിന്റെ കപ്പാസിറ്റി 0.3 കിലോ കാലറീസ് പെർ കെൽവിൻ. അപ്പോൾ ഉറപ്പിക്കാം അത് 1.8 കിലോ കാലറീസ് പെർ കെൽവിൻ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇസഡിന്റെ വാല്യൂ ആയി. ഇനി ഡെൽറ്റ യു കണ്ടുപിടിക്കാം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു മൈനസ് ഇസഡ് ഡെൽറ്റ ടി എം ബൈ ഡബ്ല്യു. ഇസഡിന്റെ വാല്യൂ മൈനസ് 1.8 കിലോ കാലറീസ് പെർ കെൽവിന് ഇൻറ്റു ഡെൽറ്റ ടി തന്നിരിക്കുന്ന 1.2 കെൽവിൻ ഇൻറ്റു എം മീഥൈൻ ആണ്. മീഥൈന്റെ മോളാർ മാസ് 16 ഗ്രാം പെർ മോളാർ ഡിവൈഡഡ് ബൈ ഡബ്ല്യു തന്നിരിക്കുന്ന മീഥൈന്റെ മാസ് 0.144 ഗ്രാം. ഈ ഗ്രാമും പോയി, ഈ കെൽവിനും ഈ പെർ കെൽവിനും പോയി. ഇപ്പൊ കിലോ കാലറീസ് പെർ മോൾ ആൻസർ കിട്ടും. സോൾവ് ചെയ്താലോ മൈനസ് 240 കിലോ കാലറീസ്. അപ്പൊ 240 കിലോ കാലറീസ്. അപ്പൊ നമ്മളോട് ന്യൂമറിക്കൽ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ 240 എന്ന് വരും. 240 ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The enthalpy and entropy change for the reaction Br2 liquid plus Cl2 gas gives 2 BrCl gas are 30 kilojoules per mole and 105 joule per Kelvin per mole respectively. The temperature at which the reaction will be equilibrium is. അപ്പോൾ ഇക്വിലിബ്രിയത്തിലുള്ള ടെമ്പറേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കുക. ലെറ്റ് T be the temperature at which the reaction attains equilibrium. ഇനി നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഇതാണ്. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇക്വിലിബ്രിയത്തില് ഡെൽറ്റ ജി 0 അല്ലേ. അപ്പൊ ഡെൽറ്റ ജി 0 ആണെങ്കിൽ ഇതിന്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുത്താൽ ടി ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് എന്ന് വരത്തില്ലേ. അങ്ങനെയാണെങ്കിൽ ടി ആ കണ്ടുപിടിക്കേണ്ടത്. അത് ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. പിന്നെ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട് 30 കിലോ ജൂൾസ് പെർ മോൾ അല്ലേ. അപ്പോൾ ഞാൻ ജൂളിലേക്ക് എടുക്കണം. 30 × 10⁻³ ജൂൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ് വന്നിരിക്കുന്നത് 105 ജൂൾ പെർ കെൽവിൻ അല്ലേ. രണ്ടും ഒരു മോളിന്റെയാണ്. ഞാൻ പെർ മോൾ എന്നിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പൊ ജൂളും കൂടെ ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് മൈനസ് 285 എന്ന് കിട്ടും. 285.8 ആണേ കെൽവിൻ എന്ന് വരും. അപ്പൊ മൈനസ് 285.8 കെൽവിൻ. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 285.8 എന്ന് വരും. 285.8 ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The entropy change involved in the isothermal reversible expansion of 2 moles of an ideal gas from a volume of 10 decimeter cube to a volume of 100 decimeter cube at a 27 degrees Celsius in joule. ഡെൽറ്റ എസ് ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്സിന്റെ അകത്ത് ഡെൽറ്റ എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2.303 NR log V2 by V1. 2.303 into എന്നിന്റെ വാല്യൂ 2 മോൾ ഗ്യാസ് അല്ലേ. ആറിന്റെ വാല്യൂ ജൂളിലാണ്. 8.314 ജൂൾ പെർ മോൾ പെർ കെൽവിൻ ഇൻറ്റു ലോഗ് ഫൈനൽ വോളിയം 100 ഡെസിമീറ്റർ ക്യൂബ്. ഇനീഷ്യൽ വോളിയം 10 ഡെസിമീറ്റർ ക്യൂബ്. അപ്പൊ 100/10 100/10 10 അല്ലേ. ലോഗ് 10 മണ്ണ. ഇനി നോക്കിക്കേ, ഈ മോളും പെർ മോളും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. 2.303 ഇൻറ്റു 8.314 ഇൻറ്റു 1 വരും, ഇൻറ്റു 2 കൂടെ വരും. അപ്പൊ 2.303 ഇൻറ്റു 2 ഇൻറ്റു 8.314 ഇൻറ്റു 1 അത് അറൗണ്ട് 38.29 എന്ന് വരും.
38.29 ജൂൾ പെർ മോൾ. 38.29 ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യന്റെ ആൻസർ കൊടുക്കാനുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്ന ഇതാണ്: വെൻ എ ഗ്യാസ് അറ്റ് ഹൈ പ്രഷർ എക്സ്പാൻസ് അഗെയിൻസ്റ്റ് വാക്വം ദ വർക്ക് ഡൺ ഈസ് മാക്സിമം. നമുക്കറിയാം വാക്വം എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസ് അല്ലേ. അപ്പോൾ ഇവിടെ പി എക്സ്റ്റേണൽ 0 അല്ലേ. അപ്പോൾ പി എക്സ്റ്റേണൽ 0 ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം W is equal to minus P external into delta V. പി എക്സ്റ്റേണൽ 0 ആൻഡ് W 0 അല്ലേ വരത്തുള്ളൂ. അപ്പോൾ W 0 എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ വർക്ക് ഡൺ മാക്സിമം എന്നുള്ള കാര്യം തെറ്റാണ്. വർക്ക് ഡൺ മിനിമമേ വരത്തുള്ളൂ. അപ്പോൾ ഓർത്തോള എക്സ്പാൻസ് അഗെയിൻസ്റ്റ് വാക്വം എന്ന് പറഞ്ഞാൽ അത് ഫ്രീ എക്സ്പാൻഷനാണ്, വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ: വർക്ക് ഡൺ ഇൻ എക്സ്പാൻഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ദി ഗ്യാസ്. നോക്കിക്കേ, വർക്ക് ഡെൽറ്റ വിനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് ശരിയാ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റും സ്റ്റേറ്റ്മെന്റ് 2 ശരിയുമാണ്. അങ്ങനെ വരുന്നത് നാലാമത്തെ ഓപ്ഷൻ അല്ലേ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്ന ഇതാണ്: ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H2O ലിക്വിഡ് ഈസ് ഗ്രേറ്റർ ദാൻ H2O ഗ്യാസ്. ഇനി അത് നമുക്ക് ശരിയാണോ നോക്കാം. H2O ലിക്വിഡ് H2O ഗ്യാസ് ആവുന്ന പ്രോസസ്സ് അത് നിങ്ങൾക്കറിയാം എൻഡോതെർമിക് അല്ലേ. H2O ലിക്വിഡിന് H2O ഗ്യാസ് ആണെങ്കിൽ നമ്മൾ എനർജി കൊടുക്കണം. അപ്പൊ തിരിച്ച് H2O ഗ്യാസ് H2O ലിക്വിഡ് ആയാൽ എനർജി റിലീസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ എനിവേ നിങ്ങൾ നോക്കുക, നമ്മുടെ റിയാക്ഷൻ ഞാൻ ഇങ്ങനെ എടുക്കുവാണ്: ഹൈഡ്രജൻ ഗ്യാസും ഹാഫ് O2 ഗ്യാസും കൂടെ ചേർന്ന് H2O ഗ്യാസ് ആയിട്ട് മാറി എന്ന് വിചാരിക്കുക. ഇതിന്റെ എന്താൽപ്പി ഡെൽറ്റ എച്ച് എന്നെടുക്കുവാണ്. ആ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണെന്ന് പറയുന്നത്. നോക്കിക്കേ, ഇതൊരു കമ്പഷൻ റിയാക്ഷൻ അല്ലേ. അപ്പൊ ഡെൽറ്റ എച്ച് നെഗറ്റീവേ വരത്തുള്ളൂ അല്ലെ. ഇനി ഈ രണ്ടുപേരും കൂടെ ചേർന്ന് H2O ലിക്വിഡ് ഉണ്ടായെന്ന് വിചാരിക്കാം. ഇനി ഈ H2O ഗ്യാസിനെ നമ്മൾ H2O ലിക്വിഡ് ആക്കുക. ഈ പ്രോസസ്സിന്റെ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ ലിക്വിഡ് ഗ്യാസ് ആൻഡ് എനർജി കൊടുക്കണം. അപ്പൊ ഗ്യാസ് ലിക്വിഡ് ആൻഡ് എനർജി ലിബറേറ്റ് അല്ലേ ചെയ്യുന്നത്. അപ്പൊ ഡെൽറ്റ എച്ച് നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഇതിന്റെ ഡെൽറ്റ എച്ച് കൊണ്ടൊന്നും ഇതിന്റെ ഡെൽറ്റ H2 എന്ന് എടുത്താൽ ഇതിന്റെ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? ഹെസസ് ലോ അനുസരിച്ച് ഇവിടെ ഡയറക്റ്റാ. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്താൽ പോരെ. അപ്പൊ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 അല്ലേ. അപ്പൊ രണ്ടും നെഗറ്റീവ് അല്ലേ. അപ്പൊ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നോക്കിക്കേ, ഈ ഡെൽറ്റ H1 കൂടിയൊരു വാല്യൂ അല്ലേ കിട്ടത്തുള്ളൂ. അപ്പൊ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ H1 കൂടിയ വാല്യൂ, കൂടിയ എനർജി ലിബറേറ്റ് ചെയ്യും. ഇത് നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവാ. അപ്പോൾ ഉറപ്പിക്കാൻ ഡെൽറ്റ H1 കൂടുതലായിരിക്കും ഡെൽറ്റ എച്ച്. ക്ലിയർ അല്ലേ. അപ്പോൾ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 ആണ്. അപ്പൊ ഡെൽറ്റ H2 കൂടെ ആഡ് ചെയ്താലേ ഡെൽറ്റ എച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഓർപ്പിക്കാം കൂടുതൽ എനർജി ലിബറേറ്റ് ചെയ്യും. അപ്പോൾ H2O ലിക്വിഡ് ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി H2O ഗ്യാസ് ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിനേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കിക്കേ: എന്താൽപ്പി ചേഞ്ച് ഈസ് നെഗറ്റീവ് ഫോർ ദി കണ്ടൻസേഷൻ പ്രോസസ് H2O ഗ്യാസ് ടു H2O ലിക്വിഡ്. നമുക്കറിയാം അതിൻ്റെ അകത്ത് എനർജി ലിബറേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതും ശരിയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം ശരിയാണ്. ഇനി ഈ പ്രോസസ്സിന്റെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രമല്ലേ ഇതിനേക്കാൾ കൂടുതൽ എനർജി ഇവിടെ റിലീസ് ചെയ്യാൻ പറ്റിയത്. ഇതെങ്ങാനും പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ കുറവ് എനർജി ഇവിടെ റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് എക്സ്പ്ലനേഷനും കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്നത് ഓപ്ഷൻ 1-ലല്ലേ നോക്കിക്കേ. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു തീർത്തു. അപ്പൊ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചു നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ വരുവാണെങ്കിൽ ഫ്രീ ടൈമിൽ എന്നെ വിളിച്ച് ചോദിക്കാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി, പറഞ്ഞു തരാൻ കാര്യങ്ങൾ. ഒരു മടിയും വിചാരിക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. നന്നായിട്ട് പഠിച്ച് നന്നായിട്ടൊക്കെ എക്സാം എഴുതുക. ഓക്കെ, താങ്ക് യു.